40 നാൾ നീണ്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമാകുന്ന മണിക്കൂറുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ ഇരുപക്ഷവും അംഗീകരിച്ചിരിക്കുന്നു. ഉപാധികൾക്ക് വിധേയമായി ഹോർമൂസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചിരിക്കുകയാണ്. ആക്രമണം 2 ആഴ്ചത്തേക്ക് നിർത്തിയതായി ആദ്യം അറിയിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇത് അംഗീകരിക്കുന്നുവെന്ന് പിന്നാലെ ഇറാൻ പ്രഖ്യാപിച്ചു. ശാശ്വത സമാധാനത്തിന് ചർച്ച തുടരുമെന്ന് മധ്യസ്ഥരായ പാകിസ്ഥാൻ വ്യക്തമാക്കി. വിശദമായ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ന്യൂയോർക്കിൽ നിന്ന് ഡോക്ടർ കൃഷ്ണകിഷോർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണകിഷോർ, അപ്പോൾ ഈ 41ാം ദിവസമാണ് ഒരു ഡി എസ്കലേഷൻ അത് സാധ്യമായിരിക്കുന്നത്. ഈ നിലവിൽ ഇരുപക്ഷവും അംഗീകരിക്കുന്ന ധാരണകൾ എന്തൊക്കെയാണ്? രേഷ്മ, ശീതൽ, ഗുഡ് മോർണിംഗ്. ലോകത്തിന് തന്നെ വലിയ ആശ്വാസമുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പദ്ധതിയിട്ടിരുന്ന വൻ സൈനിക ആക്രമണം അവസാന നിമിഷത്തിൽ 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ലോകം വലിയൊരു ദുരന്തം പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിൽ ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം ഒരു വലിയ ആശ്വാസം തന്നെയാണ്. സമാധാനത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പായി നമുക്കിതിനെ വിലയിരുത്താം. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രാവർത്തികമാക്കാൻ ഇറാൻ ഹോർമൂസ് പൂർണ്ണമായും തുറക്കണമെന്നാണ് ട്രംപ് നിബന്ധന വെച്ചത്. അതിനിപ്പോൾ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഈ വെടിനിർത്തൽ അംഗീകരിച്ചതായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ 2 ആഴ്ച തുറക്കാനുള്ള തീരുമാനവും ഇറാൻ പ്രഖ്യാപിച്ചു. നമുക്കറിയാം, ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്ക് തുറക്കാത്ത പക്ഷം ഇറാനെ മുഴുവനായി തന്നെ നശിപ്പിച്ചേക്കാമെന്ന കടുത്ത മുന്നറിയിപ്പ് ട്രംപ് നേരത്തെ നൽകിയിരുന്നു. ഈ അന്ത്യശാസനം അവസാനിക്കാൻ ഏകദേശം 2 മണിക്കൂർ ഉള്ളപ്പോഴാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ പ്രസ്താവന പ്രകാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറും മധ്യസ്ഥരായി ഇടപെട്ട് 14 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. തിരക്കിട്ട ചർച്ചകളാണ് പിന്നീട് നടന്നത്. അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് അമേരിക്കയുടെ സൈനിക ആക്രമണം നിർത്തിവെക്കുന്നത് എന്നാണ് ട്രംപ് അറിയിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇസ്രായേൽ ലെബനനിൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ ഇറാനിൽ നിന്ന് 10 പോയിന്റ് ഉള്ള ഒരു സമാധാന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും അത് ചർച്ചകൾക്ക് വളരെ അനുയോജ്യമായ ഒരു അടിസ്ഥാനമാണെന്നും ട്രംപ് ഇപ്പോൾ അറിയിച്ചു. മുമ്പുണ്ടായിരുന്ന പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായിട്ടുള്ളതും കരാർ അന്തിമ രൂപത്തിലെത്താൻ 2 ആഴ്ച സമയം വേണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച ഈ വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ശീതൽ, രേഷ്മ, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു. ചൊവ്വാഴ്ച രാത്രി ഈ അന്ത്യശാസനം എങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് എന്നതിൽ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നയതന്ത്ര ഓഫ് റൺപാണ് ഇത്. യുദ്ധത്തിന് കാരണമായ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെ ആണവ ഇന്ധന ശേഖരം, അതുപോലെയുണ്ട് മിസൈൽ ശേഷി ഒരു പരിധിവരെ തളർത്തിയിട്ടുണ്ടെങ്കിലും മിസൈൽ ശേഖരം ഇറാൻ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഭരണ നേതൃത്വം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്തിനു തുടങ്ങിയോ അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ട്രംപ് പറയുന്നത് അവർ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ മെറ്റ്, ഞങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു, അതുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് കടക്കാമെന്നാണ്. പക്ഷെ എന്നിരുന്നാലും 6 ആഴ്ചയായി നീണ്ടുനിന്ന ഈ സംഘർഷത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിക്കുന്ന ഒരു അവസരമായി നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ലോകം ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ആഗോള എണ്ണ വിപണിയിൽ ഒരു 15% കുറവ് ഇടിവ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഓഹരി വിപണി ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഓഹരി വിപണിയൊക്കെ കൂടുതൽ ഉണർവ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും 2 ആഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാന വ്യവസ്ഥ ഹോർമൂസ് കടലിടുക്കായിരുന്നു. അത് തുറക്കുമെന്ന പ്രഖ്യാപനം ഇറാനിൽ നിന്ന് വന്നിട്ടുമുണ്ട്. രേഷ്മ, ശീതൽ.